ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രക്കായ കൊണ്ട് കറിയൊന്നല്ല ഉണ്ടാക്കുന്നത്, നല്ലൊരു ചായപ്പലഹാരമാണ്. കുറച്ച് എരിവും ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരം. വൈകുന്നേരം സ്കൂളെല്ലാം വിട്ട് കുട്ടികൾ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള പലഹാരമെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും. നല്ല സ്വാദോടെ അവർ കഴിക്കുകയും ചെയ്യും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. കായയുടെ തൊലിയുടെ പുറത്ത് ഇതുപോലെ 2-3 വരയിട്ട് കൊടുത്ത് തൊലി കളഞ്ഞാൽ പെട്ടെന്ന് തൊലി കളഞ്ഞ് എടുക്കാൻ പറ്റും. തൊലി കളഞ്ഞ് കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. കുറച്ച് വലിയ കഷ്ണങ്ങളായി മുറിച്ച് നീളത്തിൽ ഇതുപോലെയുള്ള കഷ്ണങ്ങളായി മുറിച്ച്, അധികം വലിയ കഷ്ണം നേരിയതും ആക്കണ്ട, കുറച്ച് കട്ടിയിലും ആക്കണ്ട. അതിന് ഈ പാകത്തിന് മുറിച്ചെടുത്ത് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിലേക്ക് കായ ഇട്ട് നല്ലപോലെ തിരുമ്പിയെടുത്താൽ കായേൻ്റെ കറയെല്ലാം ഇളകി കിട്ടും. ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ കഴുകിയെടുക്കണം. ഇനി കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു നുള്ളു ഉപ്പിട്ട് ആ വെള്ളത്തിലേക്ക് ഈ കായ ഇട്ട് കൊടുത്ത് ഇതൊന്ന് തള വന്നാൽ മതി. ആ സമയത്ത് ഒരരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിളച്ച വെള്ളത്തിലിട്ട് ഉടനെ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കായ നല്ല സോഫ്റ്റും അതിൻ്റെ കറിയും ഇളകിപ്പോകും. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കടലപ്പൊടി, 1/4 കപ്പ് കോൺഫ്ലവർ, 2 ടീസ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പിരിയമുളക് പൊടി, കുറച്ച് കായപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കണം. കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഇനി ഇതിൽ ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ പാകത്തിൽ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മുറിച്ച് വെച്ച കഷ്ണം ഈ മാവിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായി. ഇനി അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലപോലെ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. കായ ഉള്ളിന്ന് കുറച്ച് സമയം വേവേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം. അടിവശം മൂത്ത് വന്ന ശേഷം തിരിച്ച് മറിച്ചോട്ട് മൂപ്പിച്ച് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. എല്ലാവരുടെ വീട്ടിലും കായ ഉണ്ടാവും. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. കാണാൻ മാത്രമല്ല, കഴിക്കാനും നല്ല സ്വാദാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയും നല്ല എരിവും എല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു പലഹാരം. കായ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.